Hi viewers, Namaskaram and good morning to you all. ജിയോ കിച്ചൺ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും സസന്തോഷം ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റമാണ് ഒരു പൊറോട്ടയാണ്. ഹിന്ദിയിൽ പറാത്ത എന്നൊക്കെ പല പേരുകൾ പറയും. പൊറോട്ട എന്ന് പറയുന്ന സാധനം തന്നെയാണ് ആലു പൊറോട്ട, ആലു ഓനിയൻ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാളയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ധാബ സ്റ്റൈലാണ്. ധാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ വണ്ടി താവളങ്ങൾ, ഈ ട്രക്കുകളെല്ലാം ഓടുന്നിടത്ത് ചെന്ന് കഴിഞ്ഞാൽ കൂട്ടം കൂടി നിൽക്കുന്ന അവിടെയുള്ള റെസ്റ്റോറൻറ്റുകളാണ്. അതൊരു സെമി പെർമനൻറ്റും അല്ലാതെയൊക്കെ ഉണ്ട്. പക്ഷേ പലതരത്തിലുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ടാക്കും, വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ധാബ എന്നുള്ളത് വടക്കേ ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമാണ്. ധാബ സ്റ്റൈൽ എന്നുള്ള പേര് തന്നെ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഏറ്റവും ആദ്യം നമ്മുടെ ഇൻഗ്രീഡിയൻസ് 2 കപ്പ് ആട്ടയാണുള്ളത്. പിന്നെ 5 ടേബിൾ സ്പൂൺ കടലമാവാണ്, ബേസൻ കടലമാവ്. പിന്നെ അജ്വായിൻ, നമ്മുടെ അയമോദകം 1 ടീസ്പൂൺ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഈ ആട്ടയൊന്ന് കുഴച്ച് വെക്കാം. അത് അല്പം സമയം എടുക്കും. അപ്പോൾ ഒന്ന് കുഴച്ച് വെക്കാം. നമ്മുടെ ആട്ട ഒരു ബൗളിലേക്ക് നമ്മൾ ആട്ട ഇട്ട് 2 കപ്പാണ്. കൂടാതെ നമ്മൾ ബേസൻ കടലമാവ് അതിട്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ള അജ്വായിനാണ്. അജ്വായിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അയമോദകം അതൊന്ന് ഇതുമാതിരി ഒന്ന് ഇതാക്കിയിട്ടിടുക, പൊടിഞ്ഞു പോകും. എന്നിട്ട് കുറച്ചൊരു ഉപ്പും ചേർത്ത ശേഷം നമുക്ക് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക, കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്. കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കളയുക. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർക്കുക. എന്നിട്ട് കുഴച്ചെടുക്കുക. കുറേശ്ശെ ചേർക്കാവുള്ളൂ, അല്ലെ വെള്ളം കൂടുതലായി പോവും. ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്, ഗരീബി മേ ആട്ട ഗില ഹോ ഗയാ. നിങ്ങൾക്ക് പലർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലായിരിക്കും. വടക്കേ ഇന്ത്യക്കാർ മനസ്സിലാവും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ ഒന്നാമത് ദാരിദ്ര്യമായിരുന്നു. അവിടെ തീരെ ആട്ടയില്ല, ആകെ കുറച്ച് ആട്ടേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഗൃഹനാഥ അത് കുഴയ്ക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം കൂടുതലായിപ്പോയി. വെള്ളം കൂടുതലായിപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, കുറച്ചുകൂടെ ആട്ട ചേർക്കുക. പക്ഷെ ആട്ട ചേർക്കാൻ ആ വീട്ടിൽ ആട്ടയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തത്, കുതിർന്ന് ഇതൊന്നും ചെയ്യാൻ പാടില്ലാതെ അവർ പട്ടിണി കിടക്കേണ്ടി വന്നു. അതാണ് ആ കഥയുടെ സാരാംശം. ഇപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മളിത് കുറേശ്ശെ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഗില കൂടുതൽ വെള്ളമായിപ്പോവും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെയാവും. നമ്മൾ നന്നായിട്ട് കുഴച്ചു എടുത്തു, ഒരു ഉണ്ടയാക്കി വെക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ഈ നെയ്യ്, പശു നെയ്യാണ്, ഇത് പുറമേ ഒന്ന് നന്നായിട്ട് പുരട്ടുക. പുറമേ പുരട്ടിയാൽ മതി, മിക്സ് ചെയ്യേണ്ട. പുരട്ടി വയ്ക്കുക. എന്നിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതിനെ മൂടി കുറച്ച് സമയമെങ്കിലും ഒന്ന് വയ്ക്കുക. ഒരു പദം വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ഇത് നമ്മൾ ജീരകം വെച്ചിട്ടുണ്ട്, ഒരു ടീസ്പൂൺ ജീരകമാണ്. ഇത് കായപ്പൊടിയുണ്ട്, പിന്നെ പെരിഞ്ജീരകം, സോഫ് എന്ന് ഹിന്ദി പറയും, സോഫ് പെരിഞ്ജീരകമാണ്. ഇത് നമ്മുടെ ധനിയ, മല്ലി, പിന്നെ ചോപ്പ് ഒനിയനുണ്ട്, ഒരു ഒനിയൻ, ബിഗ് ഒനിയനെ ചോപ്പ് ചെയ്തതാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട്, കസൂരി മെത്തി വെച്ചു, അതുപോലെ ഗരം മസാല, ജിഞ്ചർ ഗാർലിക് ഞാൻ പറഞ്ഞിരുന്നു, ജിഞ്ചർ ഗാർലിക്കും ഉണ്ട്. പിന്നെ ഒരു 3-4 ആലു ഉരുളക്കിഴങ്ങ്. ഇത് നമ്മൾ ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വളരെ കുറച്ച് എണ്ണയും കൊണ്ട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ മതി. വെള്ളം വെച്ചിട്ട് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ
ആലുവിനകത്ത് ഉരുളക്കിഴങ്ങിലധികം വെള്ളം കയറില്ല, അങ്ങനെ ആക്കിയെടുത്താണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രേറ്റ് ചെയ്യും. നമ്മുടെ ഉരുളക്കിഴങ്ങിനെ ആലുവിനെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇടത്തരമാണ് വെച്ചത്, വലുതാണെങ്കിലും കുഴപ്പമില്ല, ഇടത്തരം മതി. ഇടത്തരം ദ്വാരത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിനെ കംപ്ലീറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പാൻ ചൂടാക്കാൻ വെച്ചിരുന്നു, ചൂടായിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂണല്ല, ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഈ സവാളയൊക്കെ വഴറ്റാൻ ആവശ്യമുള്ള എണ്ണ. നമുക്ക് ചേർക്കേണ്ടത് ഇതിൽ ജീരകമാണ്. ഇനി നമുക്ക് കായം ചേർക്കാം. കായപ്പൊടിയാണ്. നോർത്തിൻ്റെ എല്ലാ സംഗതിക്കും കായം ചേർക്കും. അടുത്തതായിട്ട് സോംഫ്, പെരുജീരകം, ഫെനൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. പിന്നെ സാബുത് ധനിയ, നമ്മുടെ മല്ലി പൊടിക്കാത്തത്. അവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം, 1 ടീസ്പൂൺ. ഗാർലിക് ആണ്. നമുക്ക് ചോപ്പ്ഡ് ഓണിയൻ, കൊത്തി അരിഞ്ഞ സവാള, ഒരു വലിയ സവാളയാണ്, കൊത്തി അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അല്പം ഉപ്പും ചേർക്കാം. അല്പം കൂടെ ഓയിൽ വേണമെന്ന് തോന്നുന്നു. കണക്കനുസരിച്ച് 1.5 ടേബിൾ സ്പൂൺ ഓയിലെങ്കിലും വേണം. സവാള ഒന്ന് വഴന്ന് വരട്ടെ. അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തായി കസൂരി മെത്തി. ഞാൻ പറയാൻ വിട്ടുപോയതാ, നമുക്ക് അല്പം ചാറ്റ് മസാല കൂടെ ചേർക്കേണ്ടതുണ്ട്. ഇതിൽ ചാറ്റ് മസാല 1 ടീസ്പൂൺ ചാറ്റ് മസാല. ഇനിയാണ് നമ്മൾ ബോയിൽഡ് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത്, ഉരുളക്കിഴങ്ങ് നമ്മൾ ബോയിൽ ചെയ്ത് വേവിച്ച ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതാണ്, അത് ഇനി ചേർക്കുന്നു. ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാല ചേർത്തു. നമ്മൾ കുറച്ച് ആട്ട എടുത്ത് വെച്ചു. നമ്മുടെ മാവ്, അതിലേക്ക് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് മിക്സ് ഇത് ചേർക്കാം. ഇപ്പം നല്ലൊരു ചൂടുണ്ടാവും. ഇപ്പം തണുത്തിട്ട് മിക്സ് ചെയ്യാം.
നമ്മൾ കുഴച്ച ആട്ട എടുത്ത് വെച്ചു. നമ്മുടെ മാവ് അതിലേക്ക് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് മിക്സ് ഇത് ചേർക്കാം. ഇപ്പം നല്ലൊരു ചൂടുണ്ടാവും. ഇപ്പം തണുത്തിട്ട് മിക്സ് ചെയ്യാം. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. നെയ്യ് പുരട്ടാം. അങ്ങനെ നമ്മളിവിടെ ആലു ഓനിയൻ പൊറോട്ട ഇവിടെ റെഡിയായിരിക്കുകയാണ്. 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വേറൊരു കാര്യം കൂടെയുണ്ട്. വേറെ രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒന്നുകിൽ അല്പം ലൂസായിട്ട് ഇതിൻ്റെ മാവ് കുഴച്ചതിന് ശേഷം നമ്മൾ പൊടിയൊക്കെ കൂട്ടി നമ്മൾ പൊറോട്ട മാതിരി നമ്മൾ പരത്തിയെടുക്കുക. പരത്തിയതിന് ശേഷം നമ്മൾ തവയെ വെച്ചതിന് ശേഷം ഈ നമ്മൾ മിക്സ് ചെയ്ത മസാല അതിനകത്ത് ഇങ്ങനെ സൈഡ് വെച്ചിട്ട് എന്നിട്ട് 4ആയിട്ട് ഇതിനെ മടക്കി എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ക്വയർ പൊറോട്ട എന്ന് പറയുന്ന രീതിയിൽ ആക്കിയെടുക്കാം. അങ്ങനെ ഏത് 2 രീതിയിലും ആക്കിയെടുക്കാം. എന്നാലും ഇത് നല്ല ടേസ്റ്റുണ്ട്. ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. ചെറിയ വല്ല അച്ചാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കഴിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം. പിന്നെ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ വൈൻഡപ്പ് നിങ്ങളോട് ഇവിടെ പറയുന്നു. ഗുഡ് ബൈ. ജയ് ഹിന്ദ്.